നഴ്സറി സ്കൂളിൽ കുഞ്ഞുങ്ങളെ ഉച്ചയുറക്കത്തിലേക്ക് ചരിച്ചു കിടത്തി ഒരു താരാട്ടുമൂളുകയായിരുന്നു ഞാൻ. പുറത്ത് കത്തുന്ന മധ്യാഹ്നം, ഇലയനങ്ങാത്ത ധ്യാന നിശബ്ദത. അകത്ത് എൻ്റെ താരാട്ടിൻ്റെ ഓരോ വരികളും കുഞ്ഞുങ്ങളെ ഉമ്മ വച്ചുറക്കിക്കൊണ്ടിരുന്നു. ആ ഉച്ചയിലേക്കും ഈ താരാട്ടിലേക്കുമാണ് അന്ന് പത്മനാഭൻ കയറി വന്നത്. പുറത്തെ വെയിലിൽ നിന്ന് ഒരു ചീന്തു വെയിൽ പോലെ. താരാട്ടിൻ്റെ വരികൾ മുറിഞ്ഞു. ഞാൻ നിശബ്ദയായി. എൻ്റെ നിശബ്ദതയോട് പത്മനാഭൻ ചോദിച്ചു, ടീച്ചർക്ക് എന്നെ മനസ്സിലായോ? മന്ദഹസിച്ചുകൊണ്ട് ഒരു കസേര നീക്കിയിടവേ ഞാൻ അന്വേഷിച്ചു, പത്മനാഭൻ ഈ വെയിലത്ത് എവിടെ നിന്ന് വരുന്ന വഴിയാണ്? എൻ്റെ മന്ദഹാസത്തിൽ നിന്ന് ഒരു ചിരി കൊളുത്തിയെടുത്ത് പത്മനാഭനും ചിരിച്ചു. പിന്നെ എന്തോ ഓർത്തുകൊണ്ട് എന്നെ തിരുത്തി, വരുന്ന വഴിയല്ല ടീച്ചർ, പോവുന്ന വഴി. പത്മനാഭൻ ചിരിച്ചെങ്കിലും തോളിലെ സഞ്ചി കസേരയിൽ തൂക്കിയിട്ടിരുന്നെങ്കിലും എന്തോ ഒന്നിൽ എൻ്റെ മനസ്സുടക്കി. പത്മനാഭൻ്റെ സ്വരത്തിൽ എന്തോ ചിലമ്പിയതുപോലെ. അതോ എൻ്റെ തോന്നലോ? പോവുന്ന വഴിയാണ്. പത്മനാഭൻ ചാരിയിരുന്ന് ദീർഘനിശ്വാസത്തോടെ ആവർത്തിച്ചു. പോകുന്ന വഴി. ടീച്ചറെ ഒന്ന് കാണണമെന്ന് തോന്നി. എനിക്ക് മനസ്സിലായില്ല. ചോദ്യം തേടുന്ന ഒരു ഉത്തരം പോലെയാണ് പത്മനാഭൻ എന്നെനിക്ക് പണ്ടൊരു തോന്നലുണ്ടായിരുന്നു. ഉത്തരങ്ങളിൽ നിന്ന് ചോദ്യങ്ങളിലേക്കുള്ള സാഹസികമായ പിന്നാക്കം നടക്കൽ എനിക്ക് ഹരവുമായിരുന്നു. പണ്ട്. ഇപ്പോഴെനിക്ക് അത് സമ്മതമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നടന്നു. എല്ലാവരും ഉറക്കമായിരുന്നു. കരടിക്കുട്ടനെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന അപ്പുവിൻ്റെ അടുത്ത് കൈകുടിച്ചുറങ്ങുന്ന ചിന്നു, പാവക്കുട്ടിയെ തൂവാല കൊണ്ട് പുതപ്പിച്ച് അരികത്ത് കിടത്തിയ സൗമ്യ, ഉണ്ണിമായ, മഹേഷ്, വിപിൻ, കരഞ്ഞതിൻ്റെ നനവ് അപ്പോളും കൺപീലിയിൽ തങ്ങി നിൽക്കുന്ന നിഖിൽ. കുഞ്ഞുങ്ങളുടെ സാമീപ്യത്തിൽ എല്ലാം ലഘുവായി അനുഭവപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് പത്മനാഭൻ്റെ ചോദ്യം ലക്ഷ്യം തേടുന്ന അമ്പ് കണക്കെ എന്നെ തേടിയെത്തിയത്. ടീച്ചർ ഇപ്പോഴും കുട്ടികളുടെ ലോകത്ത് തന്നെ അല്ലേ? അതെന്താണെന്ന് എനിക്ക് തീർച്ചയാക്കാനായില്ല. പരിഹാസമോ ആരോപണമോ അതോ പരിഭവമോ? ഞാൻ മറുപടി പറഞ്ഞില്ല. എനിക്കൊന്നും പറയാനില്ലായിരുന്നു. സുമേഷിൻ്റെ നെറ്റിയിൽ വീണ മുടി തലോടി ഒതുക്കി ഞാൻ അങ്ങനെ നിന്നു. പത്മനാഭൻ താണ്ടുന്ന വഴി, ഞാൻ തേടുന്ന പച്ചപ്പ്, ഞങ്ങൾ തേടുന്ന പായൽ, ഇതെല്ലാറ്റിനെയും കുറിച്ച് ചിന്താധീനയായി അങ്ങനെ. ഉറക്കത്തിൽ നിഖിലൊന്ന് തേങ്ങി. നിഖിലിൻ്റെ തുടയിൽ താളമിട്ട് ഞാൻ മെല്ലെ മൂളി. എൻ്റെ പിറകിൽ വന്ന് നിലയുറപ്പിച്ച പത്മനാഭൻ്റെ നിഴൽ കുഞ്ഞുങ്ങൾക്ക് മുകളിൽ ചാഞ്ഞു വീണു. അവരുടെ ഇളം നിശ്വാസങ്ങൾ, വിയർപ്പ് പൊടിഞ്ഞ തൂമുഖങ്ങൾ, നിശബ്ദനായ പത്മനാഭനും. നല്ല ഒരു നിമിഷം. ആർദ്രതയോടെ കൈകുടിക്കുന്ന ചിന്നുവിൻ്റെ വിരലെടുത്തു മാറ്റി അതിലധികം ആർദ്രമായി ഞാൻ അന്വേഷിച്ചു, പത്മനാഭൻ ഇപ്പോൾ പരോളിലാണോ? പെട്ടെന്ന് തിരിഞ്ഞ് എനിക്ക് മുഖം തരാതെ കസേരയിലേക്ക് നടന്ന് പത്മനാഭൻ പറഞ്ഞു, അല്ല, ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മാസമായി. പറഞ്ഞത് മെല്ലെയായിരുന്നിട്ടും ഇത്തവണ ചിലമ്പൽ ഞാൻ സ്പഷ്ടമായും കേട്ടു. പുറത്തെ വെയിൽ, അകത്തെ ചൂട്, തന്നിൽ തന്നെ ഏകായിയായി പത്മനാഭൻ. എന്തെങ്കിലും പറയാനായി മാത്രം ഞാൻ പറഞ്ഞു, വെയിലത്ത് നടന്നു വന്നതല്ലേ, ദാഹിക്കുന്നുണ്ടാവും പത്മനാഭന്, കുടിക്കാൻ എന്തെങ്കിലും? പത്മനാഭൻ തല ചിരിച്ച് എന്നോട് ചിരിച്ചു. സാവധാനം, വിഷം പോലെ, മഷി പോലെ എന്തോ ഒന്ന് തട്ടിമറിഞ്ഞ് കാളിമ പടരുന്ന ഒരു ചിരി. ടീച്ചർ ചോദിച്ചപ്പോൾ ഓർമ്മ വന്നു. ക്യാമ്പിൽ വെച്ച് ഞങ്ങളെ ചോദ്യം ചെയ്ത ആ പോലീസുകാരനും ദാഹിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത ദാഹമായിരുന്നു അത്. ചായയോ കാപ്പിയോ ഒരു കോപ്പ രക്തമോ കണ്ണീരോ, ഏതുകൊണ്ടും തീരാത്ത ദാഹം. ഞാൻ സ്തബ്ധനായി അങ്ങനെ നിന്നു. ഓർക്കാപ്പുറത്ത് ഒരു മുറിവിൽ തൊട്ട പോലെ. ഒഴിഞ്ഞ ചില്ലുപാത്രങ്ങളെപ്പോലെ പത്മനാഭൻ്റെ വാക്കുകൾക്കും ദാഹിക്കുന്നുവെന്ന് എനിക്കൊരു മാത്ര തോന്നിപ്പോയി. ഞാൻ പത്മനാഭനെ സൂക്ഷിച്ചു നോക്കി. ഒരുപാട് മാറ്റങ്ങൾ. ഷേവ് ചെയ്യാത്ത മുഖം, താടിയിൽ നിന്ന് കവിളിലേക്ക് ഒരു മുറിവിൻ്റെ കല, കുനിഞ്ഞ ചുമൽ, കീറിയ ജുബ്ബ, കീറലിൻ്റെ വിടവിലൂടെ കാണാവുന്ന ചുമലിലെ രക്തമുണങ്ങിയ പോറൽ. ഇതൊക്കെ എങ്ങനെ എന്ന് ചോദിക്കാൻ എനിക്കെന്തോ ധൈര്യം വന്നില്ല. എങ്കിലും എന്തെങ്കിലും പറയണമെന്ന് ഞാൻ ഉത്കടമായി ആഗ്രഹിച്ചു. ഒരു സാന്ത്വനം, ഒരു തലോടൽ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളവരെ പോലെ ഒന്നും ബാക്കിയില്ല ടീച്ചർ. പത്മനാഭൻ്റെ സ്വരം നിർമ്മമമായിരുന്നു. ഒന്നും, ആരും, പ്രസ്ഥാനവും മതിയായി ടീച്ചർ.
ആത്മഹത്യ ചെയ്ത ദാസും സുബ്രഹ്മണ്യവും ഭാഗ്യവാന്മാർ. ഹരി സന്യസിച്ചുവത്രേ. ഭാസ്കരൻ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. വീട്ടുകാർ പ്രഭാകരനെ വിവാഹം കഴിപ്പിച്ചു. രാപ്പകൽ കുടിച്ചിട്ടും നിലയുറക്കുന്നില്ലല്ലോ എന്നാണ് അവൻ പറയുന്നത്. മുഴുക്കുടിയനായി നടക്കുന്നു. പിന്നെ സദാശിവൻ. പത്മനാഭൻ പൊടുന്നനെ നിശബ്ദനായി. അന്നത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ സദാശിവന്റെ അവസരവാദ പ്രസ്താവന. മറന്നുകളയോ? നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ അത് പറയൂ. വിഷയം മാറ്റാൻ വേണ്ടി ഞാൻ ചോദിച്ചു. നാട്ടിലെ എന്ത് വിശേഷമാണ് ടീച്ചർക്ക് കേൾക്കേണ്ടത്? പത്മനാഭൻ്റെ ചോദ്യം ഇപ്പോൾ ഒരു മർമ്മരമായിരുന്നു. ജനകീയ വിചാരണ നടത്തിയ ഡോക്ടർ മൂന്നാമതൊരു കാറും കൂടി വാങ്ങിയതോ? റെസ്ക്യൂ ഹോമിൽ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുപോയ പെൺകുട്ടി വീട്ടുകാരുടെ ഗംഭീര സ്വീകരണം കാരണം കിടപ്പറയിൽ തൂങ്ങി മരിച്ചതോ? എല്ലാം ഒരുപോലെ രസമുള്ളതാണ്. ഞങ്ങൾക്കിടയിലെ നിശബ്ദതയും കഴിച്ചു. മതിയായി ടീച്ചർ. അതാണ് എല്ലാം മതിയാക്കി പോവാമെന്ന് വെച്ചത്. ആളുന്ന ഉച്ചവെയിൽ ദൂരെ എവിടെയോ ഒരു കുയിൽ പാടിത്തുടങ്ങി. നിർത്താതെ ആ പാട്ട് വീണ് വീണ് ആ മധ്യാഹ്നവും സാന്ദ്രമായതുപോലെ. ജനലരികിലേക്ക് നടന്ന് പത്മനാഭൻ പുറത്തേക്ക് കൈനീട്ടി. പത്മനാഭൻ്റെ ഉള്ളം കൈയിൽ വെയിൽ വീണ് നിറഞ്ഞു. എങ്ങു നിന്നോ ഒരു കാറ്റ് വീശി. കരിയിലകളുടെ അനക്കം. ഒരു ചിത്രശലഭം പറന്നു വന്ന് ചുമരിൽ ചിറകൊതുക്കിയിരുന്നു. ഉള്ളം കൈയിൽ വെയിലേറ്റുവാങ്ങി കഠിനമായ ആത്മനിന്ദയിൽ ഉലഞ്ഞുകൊണ്ട് പത്മനാഭൻ പറഞ്ഞു, ഈ ശലഭങ്ങളൊക്കെ എവിടുന്നായിരിക്കും വരുന്നുണ്ടാവുക? ആർക്കറിയാം? ഞാൻ മൃദുവായി പറഞ്ഞു. പത്മനാഭനെ അറിയണോ? ഒരു പുഴു. അത് മണ്ണ് തുരന്ന് ചെളിയും പൊടിയും പറ്റി നിരങ്ങി നീങ്ങി സഹനസീമയും താണ്ടുന്ന ഒരു നിമിഷം ഈശ്വരനെ സ്മരിക്കും. ആ നിമിഷം ഒരു വെറും പുഴുവിൽ നിന്ന് അത് ശലഭമായി പറക്കും. എൻ്റെ ഒച്ചയിടറി കണ്ണു നിറഞ്ഞു. ശലഭങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്, ഞാൻ പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കി പത്മനാഭൻ ഉറക്കെ ചിരിച്ചു. കൊള്ളാം, കുട്ടികളോട് പറയാൻ പറ്റിയ മുത്തശ്ശിക്കഥ. ശബ്ദം കേട്ട അമ്മു ഉറക്കമുണർന്ന് ഞങ്ങളെ ഒന്ന് നോക്കി വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. അതേ വിശുദ്ധമായ ഭംഗിയാണ് കുഞ്ഞുങ്ങളുടെ കണ്ണുകൾക്കും, ഞാൻ പറഞ്ഞു പോയി. പത്മനാഭൻ എൻ്റെ നേർക്ക് കുനിഞ്ഞ് രൂക്ഷമായ ശാന്തതയോടെ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള കണ്ണുകൾ ആരുടേതാണെന്ന് അറിയുമോ? വർഗീസിൻ്റെ. പോലീസ് ചൂഴ്ന്നെടുത്ത വർഗീസിൻ്റെ കണ്ണുകളുടെ ഭംഗി ടീച്ചർക്ക് മനസ്സിലാവില്ല. ഇടയ്ക്ക് വെച്ച് നിർത്തി ഹതാശനായ മട്ടിൽ പത്മനാഭൻ കസേരയിലിരുന്നു. ഉറക്കത്തിൽ നിഖിൽ വീണ്ടും കരഞ്ഞു. കരടിക്കുട്ടനെ എടുത്ത് നിഖിലിനോട് ചേർത്ത് വെച്ചു കൊടുത്ത് ഞാൻ പത്മനാഭൻ്റെ അരികിലേക്ക് നടന്നു. മറ്റൊരശാന്തനായ കുട്ടി, ക്ഷുഭിതമായ മനസ്സ്. ഞാൻ പത്മനാഭൻ്റെ മുഖം കൈകളിലെടുത്തു. പതറിയ നോട്ടം, അതിൻ്റെ അഗാധതയിൽ കുരിശേന്തുന്ന കരുണയുടെ കൊട്ടാരം വിട്ടിറങ്ങിയ തഥാഗതൻ്റെ ആകുലതയുടെ തരികൾ വീണ് കിടന്ന് മിന്നുന്ന പോലെ മുഴുമിക്കാതെയിട്ട തിരുരൂപങ്ങളുടെ രൂപരേഖകൾ. ഞാൻ മൃദുവായി പറഞ്ഞു, ഒരുപാട് മുഖങ്ങൾ മെനയുമ്പോഴാണ് ഒരു മുഖം അവന് പ്രിയമായി വരുന്നത്. ആ മുഖത്ത് അവൻ ചുംബിക്കും. ഈശ്വരൻ്റെ ചുംബനം ലഭിക്കുന്നവൻ ക്രിസ്തുവാകും, ബുദ്ധനാകും. മുഴുമിക്കാതെ വിട്ട തിരുരൂപങ്ങളാണ് നമ്മളൊക്കെ. എന്നെ വിട്ടുകളയോ? എൻ്റെ കൈകളിൽ നിന്നും ഊർന്നു മാറി പത്മനാഭൻ പറഞ്ഞു, എനിക്ക് കൂടുതൽ ഛായ ഗതി കിട്ടാത്ത അശ്വത്ഥാമാവിനോടാണ്. അത് പറഞ്ഞ് പത്മനാഭൻ ഇറങ്ങിപ്പോയി. യാത്ര പറയാതെ, തിരിഞ്ഞു നോക്കാതെ, കീഴടങ്ങാതെ, അന്തസ്സോടെ അവസാനമില്ലാത്ത വെയിലിലേക്ക്. പത്മനാഭൻ കാഴ്ചയ്ക്കപ്പുറത്തു മറയവേ മറന്നുവെച്ച സഞ്ചി എൻ്റെ കണ്ണിൽപ്പെട്ടു. അത് പൂർണ്ണമായും ശൂന്യമായിരുന്നു.